തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പുഴയ്ക്കൽ മുതൽ കുന്നുംകുളം വരെയുള്ള യാത്രാ ദുരിതം തുടരുകയാണ്. താൽക്കാലിക കുഴിയടയ്ക്കൽ ഫലപ്രദമല്ലെന്ന് ആക്ഷേപം. നട്ടം തിരിഞ്ഞ് യാത്രക്കാർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ ദുരിതയാത്രയെ സംബന്ധിച്ച് വാർത്തകൾ വീണ്ടും നൽകേണ്ട ഗതികേടിലാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ. ഇന്നു മുതൽ ആരംഭിച്ച താൽക്കാലിക കുഴിയടയ്ക്കൽ പക്ഷേ വേണ്ടത്ര ഫലപ്രദമല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. കുഴിമൂടൽ നടക്കുന്നുണ്ട്. അടുത്ത മഴ കഴിയുമ്പോൾ അത് ഒഴിച്ചു പോകും. അത് നന്നാകത്തൊന്നുമില്ല. കാരണം റോഡ് പണി എന്ന് പറഞ്ഞാൽ താറിട്ട് ചെയ്താലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. കുറഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഈ കാണിക്കുന്ന മൊത്തം ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. 2 വലിയ കുഴിയുണ്ട് ഇതേപോലെ തന്നെ. അതിന്ന് രാവിലെ ഞങ്ങൾ കല്ലിട്ട് മൂടിയതാണ്. ആഴത്തിലുള്ള കുഴിയാണ്. ഈ ബസ്സുകൾ പോണ ഫോട്ടോ അതേപോലെ തന്നെയാണ്. ക്വാറി വേസ്റ്റുകൾ നികത്തിയാണ് ഭൂരിഭാഗം കുഴികളും അടയ്ക്കുന്നത്. മഴ മാറി വെയിലാകുമ്പോൾ മെറ്റലുകൾ തെളിഞ്ഞ് ഇത് വലിയ അപകടങ്ങൾക്ക് മറ്റും വഴിതെളിക്കുമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഒരുപോലെ പറയുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ കുഴികളും വെള്ളക്കെട്ടും ഒന്നും തിരിച്ചറിയാതെ അതിലേക്ക് വന്ന് പതിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നിരന്തരം ഇവിടെ അപകടമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീണതാണ്. കാരണം വണ്ടി പെട്ടെന്ന് ചവിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ പെട്ടെന്ന് സ്കിഡാവും. എന്നാൽ മഴയാണ്. റോഡിൽ കുഴി കണ്ട് പെട്ടെന്ന് ചവിട്ടിയാൽ തെന്നും. സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർ പലരും ഈ റോഡുകൾ ഉപേക്ഷിച്ച് മറ്റ് ബദൽ റോഡുകൾ തങ്ങളുടെ യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നതും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. എന്നാൽ പോലും ഇതേ റൂട്ടുകളിൽ സഞ്ചരിക്കേണ്ട ആളുകൾ ഈ യാത്രാ ദുരിതം പേറുകയാണ് ഇപ്പോഴും. ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്താണ്. മുണ്ടൂരും കഴിഞ്ഞ് ചൂണ്ടലിലുള്ളിടത്തൊന്നും നമുക്ക് വണ്ടിന് യാത്ര ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഉള്ള എല്ലാ വണ്ടിയുടെയും കംപ്ലൈൻറ്റുകൾ, പിന്നെ ലേറ്റ് ആവുന്നത്, പിന്നെ കുഴി എല്ലാം കൂടി ഭയങ്കര പ്രശ്നമാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുഴി ഏതാ വെള്ളം ഏതാ ഒന്നും പിടുത്തം കിട്ടുന്നില്ല. എന്താണെന്നുള്ളത് എങ്ങനെ ഇവിടുന്ന് ഓടിച്ചു പോകുക ഒരു വണ്ടിക്കാരും. റോഡിൻ്റെ ദുരവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ വെട്ടിലായത് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളുടെ സർവീസുകളെയുമാണ്. കൃത്യസമയത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. ഇതുമൂലം സർവീസുകൾ റദ്ദാക്കേണ്ട അവസ്ഥ. ഒടുവിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. ഇന്ന് താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് കേവലം ഒരു ഓട്ടയടയ്ക്കൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് കൃത്യസമയത്ത് എത്തിച്ചേരാനോ അതുപോലെ തന്നെ ട്രിപ്പുകൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ 26-ാം തീയതി ബുധനാഴ്ച മുതൽ ഈ മേഖലയിലേക്ക് ഓടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങുകയാണ്. രോഗികളുമായി പോകുന്ന വാഹനങ്ങളും ആംബുലൻസുകളും അടക്കം കുഴിയിലും കുരുക്കിലും പെടുന്നത് ഇവിടെ നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ ഉടനെ ഒന്നും തീരില്ല എന്ന് ഉറപ്പായ ഈ റോഡിലെ കുഴികൾ താൽക്കാലികമായി മാത്രം അടച്ചതുകൊണ്ട് പ്രശ്നപരിഹാരമാകുമോ എന്നുള്ളതാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം. റോഡിലെ കുഴികൾക്ക് താൽക്കാലികമായല്ല ശാശ്വതമായ പരിഹാരമാണ് യാത്രക്കാരും ഡ്രൈവർമാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കുന്നംകുളം റോഡിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.